ब्रह्मदेवाय नमः। ओम 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 ब्रह्मदेवाय नमः। പരംപിത ബ്രഹ്മദേവ, ആ 3 താരകപുത്രന്മാർ, ആ 3 അസുരന്മാരും അങ്ങയുടെ വരദാനം ലഭിച്ചാൽ ഭീകരമായ ആക്രമണം ആരംഭിക്കും. താരകാസുരൻ പ്രവർത്തിച്ചതുപോലെ തന്നെ ആ 3 പേരും 3 താരകപുത്രന്മാരും മാനവരുടെയും ദേവന്മാരുടെയും സ്വസ്ഥത നശിപ്പിച്ചു കളയും. അങ്ങ് അവർക്ക് വരം നൽകരുത് പരംപിതാവേ. അതാണ് എല്ലാവർക്കും ഗുണകരം പിതാവേ. നാരായണ നാരായണ, എന്തുകൊണ്ടാണ് ഈ മൗനം പരംപിതാവേ? മൗനം ഭഞ്ജിക്കുമ്പോൾ സത്യം പ്രകടമാക്കപ്പെടുന്നു നാരദ. സത്യം ചിലപ്പോൾ അപ്രിയമാകുന്നു. പ്രിയ അസത്യത്തെക്കാൾ അപ്രിയ സത്യം ഹിതകാരിയാകുന്നു പരംപിതാവേ. അങ്ങ് പറഞ്ഞാലും. കേൾക്കൂ ദേവന്മാരെ, വരദാനം നൽകുക എന്റെ സ്വഭാവമല്ല, ബന്ധനമാണ്. ഞാൻ സുരന്മാരോടോ അസുരന്മാരോടോ പറയുന്നില്ല എന്നെ തപസ് ചെയ്യണമെന്ന്, എന്റെ വരദാനം നേടണമെന്ന്. പക്ഷേ എന്നെ തപസ് ചെയ്യുന്നവർക്ക് പ്രതിഫലം നൽകുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ ഞങ്ങൾ എന്തു ചെയ്യണം ബ്രഹ്മദേവ? അത് കാലം തന്നെ തെളിയിക്കട്ടെ. പക്ഷേ നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് ആശ്ചര്യം തോന്നുകയാണ്. അസുരന്മാർ തപസ് ചെയ്ത് വരദാനം, സാമർഥ്യം, സാഫല്യം എന്നിവ നേടുന്നതിന് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ദേവന്മാർ അവരുടെ തപസ് കണ്ട് പരിഭ്രമത്തോടും ഭയത്തോടും കൂടി ആത്മബലം നഷ്ടമാക്കുന്നു. വർത്തമാന സ്ഥിതി കണ്ടാൽ അറിയാം നിങ്ങളുടെയും അസുരന്മാരുടെയും ഭാവി എന്താകുമെന്ന്. ഓം ബ്രഹ്മദേവായ നമഃ. 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 ഭക്ത താരകാക്ഷ, ബ്രഹ്മദേവായ നമഃ. കമലാക്ഷ, വിദ്വന്മാലി, നേത്രങ്ങൾ തുറക്കുവിൻ. ഓം ബ്രഹ്മദേവായ നമഃ. അങ്ങയുടെ ദർശനം ലഭിച്ച് ഞങ്ങൾ ധന്യരായി ബ്രഹ്മദേവ. ഞങ്ങളുടെ ആരാധന പൂർണ്ണമായി. ഞങ്ങളുടെ തപസ് സഫലമായി ബ്രഹ്മദേവ. അതേ സാധകരെ, നിങ്ങളുടെ തപസ് സഫലമായി. പറയൂ, എന്തു വരമാണ് ആഗ്രഹിക്കുന്നത്? ഞങ്ങളുടെ പിതാവ് താരകാസുരനെ പോലെ ഞങ്ങൾക്കും അമരത്വം വരദാനം നൽകിയാലും ബ്രഹ്മദേവ. അതെ, ഞങ്ങളെ ആരും വധിക്കരുത്. ഞങ്ങൾ അമരന്മാരാകണം ബ്രഹ്മദേവ. ആ വരം നൽകുക വിധിയുടെ വിധാനത്തിന് വിരുദ്ധമാണ്. അമരത്വമല്ലാതെ മറ്റെന്തെങ്കിലും വരം ആവശ്യപ്പെട്ടുകൊള്ളുക. ജ്യേഷ്ഠ നല്ലത് എന്തെങ്കിലും വേഗം ആവശ്യപ്പെടൂ. അതെ ഭ്രാതാവേ, മറ്റെന്തെങ്കിലും വാങ്ങണം. ഞങ്ങൾക്ക് 3 അഭേദ്യ ദുർഗങ്ങൾ വരദാനം നൽകിയാലും ബ്രഹ്മദേവ. അവ സ്വർണവും വെള്ളിയും ലോഹവും കൊണ്ട് നിർമ്മിച്ചതാകണം.
മൂന്ന് പുരങ്ങളും ആകാശത്തിൽ ഒന്നിനു മുകളിൽ ഒന്നായി സ്ഥിതി ചെയ്യണം ബ്രഹ്മദേവ. അവ ദേവന്മാർക്ക് അദൃശ്യമാകണം ബ്രഹ്മദേവ. ഞങ്ങളെ വധിക്കാൻ ശിവന് മാത്രമേ സാധ്യമാകാവൂ. അതുതന്നെയും അഭിജിത്ത മുഹൂർത്തം പൂയം നക്ഷത്രത്തിൽ സുവർണപുരം, രജതപുരം, ലോഹപുരം മൂന്നും ഒത്തുവരുമ്പോൾ തഥാസ്തു. ഞാൻ വേഗം തന്നെ ഈ 3 പുരങ്ങളുടെയും നിർമ്മാണം അസുരന്മാരുടെ ശില്പി മയാസുരനാൽ പൂർത്തിയാക്കിക്കാം. നമ്മുടെ ആഗ്രഹം സഫലമായി ഭ്രാതാവേ. നമ്മൾ ഇച്ഛിച്ച വരദാനം ലഭിച്ചു കഴിഞ്ഞു. നമുക്ക് 3 പുരങ്ങൾ ലഭിച്ചു. രജപുരം, ലോഹപുരം. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. മഹേശ്വരൻ എവിടെ? ദേവി, അവിടത്തേക്ക് തന്നെ അറിയില്ലെങ്കിൽ എനിക്ക് എങ്ങനെ അറിയാനാ? അവിടത്തോട് പറഞ്ഞില്ലേ? അദ്ദേഹം എന്താ മനസ്സിലെ കാര്യം ആരോടെങ്കിലും പറയാറുണ്ടോ? എനിക്ക് തോന്നുന്നത് ഏതോ ഭക്തന്റെ പ്രാർത്ഥന കേട്ട് അവിടെ പോയതായിരിക്കും. പതി പരമേശ്വരായ നമോ നമോ. വിഷ്ണുപ്രിയ ദേവി മഹാലക്ഷ്മി ജയ്. വിഷ്ണുപ്രിയ ദേവി മഹാലക്ഷ്മി ജയ്. ദേവി ലക്ഷ്മി, അങ്ങ് ഇവിടെ? എന്താ ഇതിലിത്ര ആശ്ചര്യം തോന്നുവാൻ എന്താണ് കാരണം? എനിക്കിവിടെ വരാൻ പാടില്ലേ? എന്തുകൊണ്ട് പാടില്ല? തീർച്ചയായും വരാം. അതുകൊണ്ടല്ലേ വന്നതും. വന്നാലും ദേവിക്ക് സ്വാഗതം. ഇനി പറഞ്ഞാലും എന്തേ കൈലാസത്തിൽ വരാൻ തോന്നിയത്? കഴിഞ്ഞ കുറച്ചു ദിവസമായി ശിവശങ്കരനെയും ഒപ്പം ശക്തിസ്വരൂപ പാർവതിയെയും ദർശിക്കണമെന്നിച്ഛ മനസ്സിൽ വളരുകയായിരുന്നു. അതിനാൽ വന്നു. അപ്പോൾ ശ്രീഹരി വിഷ്ണു എന്തു പറയുന്നു? അദ്ദേഹം അധിക സമയവും യോഗമായ സമാധിയിൽ മുഴുകിയിരിക്കും. എന്നോട് സംസാരിക്കാൻ പോലും സമയം കാണാറില്ല. ഭഗവാൻ ശിവൻ എവിടെ? ധ്യാനസ്ഥലം ഒഴിഞ്ഞിരിക്കുന്നു. എനിക്കറിയില്ല എവിടെ പോയിരിക്കുമെന്ന്. വന്നാലും ദേവി സരസ്വതി, വീണാവാദിനി മഹാദേവി ദേവി സരസ്വതി ജയ് ജയ്. വീണാവാദിനി മഹാദേവി ദേവി സരസ്വതി ജയ് ജയ്. ദേവി സരസ്വതി, അവിടത്തേക്ക് സ്വാഗതം. അത്ഭുതം തന്നെ. ഒരാളെ ദർശിക്കാൻ വന്നു, രണ്ടുപേരെയും ദർശിച്ചു. ആ ദേവി സരസ്വതി, ദേവി ലക്ഷ്മി എന്നെയും ഭഗവാൻ ശിവശങ്കരനെയും ദർശിക്കാനുള്ള ഇച്ഛമൂലം ഇവിടെ എത്തിയതാണ്. അവിടുന്ന് പറഞ്ഞാലും അവിടുത്തെ ഇങ്ങോട്ട് ആകർഷിച്ച വസ്തുത എന്തായിരുന്നു? ആകർഷണമല്ല, വികർഷണം. അതെ, നിങ്ങൾ ഇരുവർക്കും അറിയാമല്ലോ, ബ്രഹ്മദേവൻ 3 താരകപുത്രന്മാർക്ക് 3 അഭേദ്യ ദുർഗങ്ങൾ പ്രദാനം ചെയ്ത് അസുരന്മാരുടെ ശക്തി വർദ്ധിക്കാനുള്ള അവസരവും പ്രദാനം ചെയ്തുവെന്ന്. അതിനെന്തിനു വിഷമിക്കണം? ബ്രഹ്മദേവൻ സദാ അസുരന്മാരിൽ കൃപാലുവാണ്.